എന്നെ സംബന്ധിച്ച് പറഞ്ഞത് പിന്നെ ഈ എനിക്ക് ഇത്തരം ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും വന്ന് നിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളത് മാത്രം എൻ്റെ ഒരു ലക്ഷ്യമല്ല. അങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അലീന ബേബി, അലീന എബി, ആരും മൈക്ക് ഓഫ് ഓൺ ചെയ്യുന്നില്ല. ആദിത്യ സാർ. ആദിത്യ എവിടെയാണോ? തിരുവനന്തപുരത്താണോ വീട്? അല്ല, കൊല്ലമാണ് സാർ. കൊല്ലമാണ്. വെരി ഗുഡ്. അപ്പൊ എന്താണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആദിത്യ എവിടെയാ BSc പഠിച്ചേ? കൊല്ലത്താ? NSS കോളേജ് നിലമേൽ. NSS കോളേജ്. ഓക്കെ. അപ്പൊ എന്താ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആദ്യത്തെ ഒരു ക്ലാസ് ഇങ്ങനെ ഒരു ക്ലാസ് കൊണ്ട് ഒരു ഇന്ററാക്റ്റീവ് മോഡിൽ എന്തെങ്കിലും സംസാരിച്ചാലേ കാര്യമുള്ളൂ, അല്ലേ? അപ്പൊ ആദ്യത്തെ ഞാനൊരു ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ചോദ്യമൊന്നുമല്ല, മാത്തമാറ്റിക്സ് ഒന്നുമല്ല ചോദിക്കുന്നത്. ആദ്യത്തെ മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്നു, ഇല്ലേ? അതെ സാർ. അതെ. എന്തുകൊണ്ടാണ് മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? ബാക്കി സബ്ജക്റ്റിനെ വെച്ച് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള മാത്സ് ആണ്. അതുകൊണ്ട് എനിക്ക് മാത്സ് ഇഷ്ടമാണ്. കുറച്ചുകൂടെ ഈസി. ഓക്കെ. ഈസി ഏതർത്ഥത്തില്? ഈസി ബാക്കി സബ്ജക്റ്റ് എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ച് ഒരുപാട് എനിക്ക് പ്ലസ് ടുവിനൊക്കെ ആയാലും ഒത്തിരി പഠിക്കാനുണ്ട്. അങ്ങനെ ഒരു ഇതായിരുന്നു. മാത്സ് അത്രയും പഠിക്കാനില്ല എന്നാണോ ഉദ്ദേശിച്ചത്? മാത്സിനോട് കുറച്ചുകൂടെ താല്പര്യം തോന്നിയിട്ടുണ്ട്. അങ്ങനെയാ. മാത്തമാറ്റിക്സിനോട് താല്പര്യം. അപ്പൊ ഇനി ഞാൻ എല്ലാവരോടും ഇട്ട് പറഞ്ഞു. ഞാൻ എന്താണ്, ഷൈൻലാൽ സാർ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ ഇതുപോലെ ഒരു ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങൾ MScക്ക് ചേർന്നതായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. MSc ഒരു ഫുൾ സ്റ്റോപ്പ് ആയിട്ട് നിങ്ങൾ ആരും കണക്കാക്കരുത്. കാരണം MSc കൊണ്ട് ആയില്ല ഒന്നും. MScക്ക് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത് നെറ്റ് അല്ലെങ്കിൽ JRFനാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇതൊന്നും ഒരു അപ്രാപ്യമായിട്ടുള്ള കാര്യമല്ല. എന്താ വെച്ചാൽ നിങ്ങൾ സാറ് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളെക്കാൾ തിരുവനന്തപുരത്തേക്കാൾ വളരെ റിമോട്ടായിട്ടുള്ള പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്നുള്ള ഗ്രാമത്തിൽ നിന്ന് കുട്ടികള് JRF ഒരു വർഷം 1-2 പേര്, ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, എന്നുള്ള രീതിയിൽ നേടാറുണ്ട്. അത് തന്നെയല്ല, അവരിൽ പലരും നല്ല ഹൈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികള്, പിന്നെ ഐസർ തുടങ്ങിയ ദിക്കുകളിൽ നിന്ന് PhD കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾക്ക് സാധിക്കുന്നതല്ല എന്നുള്ളൊരു ചിന്ത ആദ്യം മാറ്റണം. ഇതെല്ലാം നമുക്ക് സാധിക്കും. മാത്രമല്ല, തിരുവനന്തപുരം പോലെയുള്ള ഒരു ജില്ലയിൽ ഒരു ദിക്കിൽ, ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകളും അവസരങ്ങളും ധാരാളമുണ്ട്. ഈ അവസരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ MScക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതിൽ കാര്യമില്ല. കാരണം MSc എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പാസ്സാവുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു ഭേദപ്പെട്ട ഫസ്റ്റ് ക്ലാസ്സോടുകൂടി MSc മാത്തമാറ്റിക്സ് ജയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന്. പക്ഷെ അത് കഴിഞ്ഞെന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞെന്ത് എന്നുള്ളതിലാണ് നെറ്റ്, JRF അതുപോലെയുള്ള കാര്യങ്ങളിലൂടെ മുമ്പോട്ട് പോകുക എന്നുള്ളത്. അതിന് തിരുവനന്തപുരം പോലെയുള്ള ദിക്കിൽ സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ ഷൈൻലാൽ സാറും ഞാനും സൂചിപ്പിച്ചതുപോലെ ചിറ്റൂർ എന്നുള്ള വളരെ റിമോട്ടായിട്ടുള്ള ദിക്കുകളിൽ നിന്ന് കുട്ടികൾക്ക് അങ്ങനെ ഉയർന്നു വരാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പാടില്ല? നിങ്ങൾക്കും സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. നൗ ആദിത്യ, കമ്മിങ് ബാക്ക് ടു ആദിത്യ. ആദിത്യ മാത്തമാറ്റിക്സ് പഠിച്ചു അല്ലേ? എന്താണ് മാത്തമാറ്റിക്സ്? ഹൗ ഡസ് ദിസ് മാത്തമാറ്റിക്സ് ഡിഫർ വിത്ത് അതർ സയൻസ് സബ്ജക്ട്സ്? ആലോചിച്ചിട്ടുണ്ടോ? താല്പര്യമാണെന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മാത്തമാറ്റിക്സിന് മറ്റ് സയൻസ് സബ്ജക്ട്സിൽ നിന്നുള്ള വ്യത്യാസം എന്ത്? ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് മാത്തമാറ്റിക്സിൽ ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് പറയാൻ പറ്റും ആദിത്യക്ക്, ഇല്ലേ? പറഞ്ഞോളൂ.
നിങ്ങൾ എക്സാക്ട് ആൻസർ ഒന്നും ആർക്കും പറയാൻ പറ്റില്ല എന്നൊന്നും. നിങ്ങളുടെ ധാരണ മാത്രം പറയാ. ഞാൻ എന്തോന്ന് പറയാ. അല്ല, തനിക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞോളാം. വാട്ട് എവർ ഇറ്റ് ഈസ്. എന്തായാലും അതൊരു അതിലെന്തെങ്കിലും വല്ലാത്ത തെറ്റുകളൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്തു പോകാം. താൻ മാത്തമാറ്റിക്സ് പഠിച്ചതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിച്ചതിൽ നിന്ന് മാത്തമാറ്റിക്സിനെ കുറിച്ച് തനിക്ക് എന്താ മനസ്സിലായിരിക്കുന്നത്? മാത്തമാറ്റിക്സിനെ കുറിച്ച് എല്ലാവരും വളരെ ഒരു ക്ലീഷേ എന്നുള്ള രീതിയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ, മാത്തമാറ്റിക്സ് ഈസ് ദി ക്യൂൻ ഓഫ്. അത് കേട്ടിട്ടില്ലേ ആദിത്യ? മാത്തമാറ്റിക്സ് ഈസ് ദി ക്യൂൻ ഓഫ് ഓൾ സയൻസസ് എന്നൊരു പ്രയോഗം കേട്ട് കാണും ഇല്ലേ? ആ, അതെങ്ങനെയാണ്? അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു ക്ലീഷയാണ്, ഇന്നിപ്പോ ഉപയോഗിച്ചൊരു വിലയില്ലാതായ കാര്യമാണ്. എന്താണ് അങ്ങനെ 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 ഒന്ന് വരാനുള്ള ഒരു കാരണം എന്താ? ഈ ആളുകള് ഒരല്പം ആക്ഷേപത്തോടു കൂടിയാണെങ്കിലും ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. മാത്തമാറ്റിക്സിന്റെ ഏതോ ഒരു സിനിമയില് ഒരു തിലകൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം ഭൂഗോളത്തിന്റെ എന്താണ് സ്പന്ദനം മാത്തമാറ്റിക്സിലാണെന്ന് പറയുന്നതിനെ ആക്ഷേപിച്ചുകൊണ്ട് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യത്തെ കേട്ടിട്ടുണ്ടോ അത്? ഉണ്ട് സാർ. ഉണ്ട്. അത് ആക്ഷേപമാണോ? അല്ല. അല്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെ ഈ മാത്തമാറ്റിക്സിന് ഇങ്ങനെ ഒരു അവസ്ഥ കിട്ടി? എങ്ങനെ പറയാൻ എന്താ കാരണം മാത്തമാറ്റിക്സിനെ കുറിച്ച്? മാത്സില് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, ഒരുപാട് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ക്യാൻ യു ഗീവ് ആൻ എക്സാമ്പിൾ? ഒരു ഡെയിലി എക്സാമ്പിൾ. എന്താ ചെയ്യുന്നത്? രാവിലെ വീട്ടിൽ നിന്ന് പോരുന്നു, രണ്ട് സുഹൃത്തുക്കൾ കൂടി വീട്ടിൽ നിന്ന് പോരുന്നു, 2 പേന മേടിക്കുന്നു, 20 ഉറുപ്പ്യ എന്ന് കടക്കാരൻ പറയുന്നു. പിന്നെ എന്ത് ചെയ്യും? 20 ഉറുപ്പ്യ ഒരാൾ കൊടുക്കുന്നു. അടുത്തതായിട്ട് എന്ത് ചെയ്യും ആദിത്യ? എന്താ സാർ? 2 പേര് കൂടി പേന മേടിച്ചു, 20 ഉറുപ്പ്യ എന്ന് പറഞ്ഞു. ഒരാള് പൈസ കൊടുത്തു, 20 ഉറുപ്പ്യ കൊടുത്തു. അടുത്തത് എന്ത് ചെയ്യും? ഷെയർ ഷെയർ. എത്ര ഉറുപ്പ്യ ഷെയർ ചെയ്യും? ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യും. ഈക്വൽ ആയിട്ട് പറഞ്ഞാൽ എത്രയാണത്? 10 ഉറുപ്പ്യ. ഓക്കെ. എന്താ അവിടെ ചെയ്യാം? അവിടെ മാത്തമാറ്റിക്സ് വല്ലതും ഉണ്ടോ? ഉണ്ട്. എല്ലാത്തിലും മാത്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മള് ഡെയിലി ലൈഫ് ആയാലും എല്ലാത്തിലും മാത്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, ഈ പർട്ടിക്കുലർ കേസിൽ എങ്ങനെ മാത്തമാറ്റിക്സ് യൂസ് ചെയ്യുന്നു എന്ന് പറയാമോ? എന്താ ചെയ്തേ? ഈക്വൽ ആയിട്ട് അവിടെ ഷെയർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതില് മാത്തമാറ്റിക്കലി യു ടെൽ മീ, മാത്തമാറ്റിക്കലായിട്ട് അവിടെ ചെയ്തത് എന്താണെന്ന് പറയും. ഒരു വഴിക്കണക്ക് പോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം എന്താ അസ്യൂം ചെയ്യും? ഒരു പേനയുടെ വില എക്സ് എന്ന് അസ്യൂം ചെയ്യും. അവിടെ ഡിവൈഡ് ചെയ്ത്. അതെ, അതിന് മുമ്പ് ചില കാര്യങ്ങൾക്ക് ഡിവിഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് അല്ലേ കുട്ടി? മാത്തമാറ്റിക്കലി നമ്മൾ പറയുമ്പോൾ ഒരു പേനയുടെ വില എക്സ് എന്ന് അസ്യൂം ചെയ്തു അല്ലേ? 2 പേനയുടെ വില സമം 2x, 2x സമം 20. അതുകൊണ്ട് x ഈസ് ഈക്വൽ ടു 20/2 ഈക്വൽ ടു 10. ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഇല്ലേ? അതെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ പരിചയം കൊണ്ടും ശീലം കൊണ്ടും നിങ്ങൾക്ക് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് 10 ഉറുപ്പ്യാന്ന് നിങ്ങൾ അങ്ങ് വീതിച്ചെടുത്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മറിച്ച് അങ്ങനെയല്ല. ഇവിടെ ശരിക്കും മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? അവിടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? ഏത് ഇക്വേഷൻ? 2x is equal to 20. ശരിയല്ലേ? 2x is equal to 20 എന്നുള്ള ഇക്വേഷൻ അവിടെ ഫോം ചെയ്യുന്നു. Then you are solving that equation. അതല്ലേ അവിടെ ചെയ്യുന്നത്? ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. ഈ മെത്തേഡിനെ, ഈ കാര്യത്തെ നമുക്ക് ഒന്ന് ജനറലൈസ് ചെയ്ത് നോക്കിയാലോ? ഇതിപ്പോ ഒരു പേനയുടെ 2 പേന മേടിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം. ഈ കാര്യത്തെ നമുക്കൊന്ന് ജനറലൈസ് ചെയ്ത് സാമാന്യവൽക്കരിച്ചാലോ? എന്ത് വരും? അൻസിയ ഇല്ല.
ആരതി ആരതി ഇല്ല. ആതിര. ഹലോ സർ. ആതിര, ഇതിനെ നമുക്കൊരു സാമാന്യം, ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലായി സർ. മനസ്സിലായി. ഇതിനെ നമുക്കൊന്ന് സാമാന്യവൽക്കരിച്ചാൽ എന്താ ഉണ്ടാവുക? ഒന്ന് ജനറലൈസ് ചെയ്താൽ എന്താ ഉണ്ടാവുക? നമുക്ക് ഇതുപോലെ വേറൊരു പ്രശ്നം, മറ്റൊരു പ്രോബ്ലം എടുത്തു കഴിയുമ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ടുള്ള, ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കൊച്ചു കാര്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു രണ്ട് തരം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നു, P1 and P2. ഇതിന് 2 യൂണിറ്റ് ഇലക്ട്രിസിറ്റി വേണം, ഇതിന് 3 യൂണിറ്റ് ഇലക്ട്രിസിറ്റി വേണം. ആകെ 1000 യൂണിറ്റ്സ് ഇലക്ട്രിസിറ്റി അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിസിറ്റി റിക്വയർഡ് എത്രയാ? ഇത് P1 എന്നുള്ളത് X യൂണിറ്റ്സും P2 എന്നുള്ളത് Y യൂണിറ്റ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എത്ര വരും? സാറേ ബോർഡ് കാണാൻ വയ്യ സാറേ. ബോർഡ് കാണാൻ വയ്യ? ഇല്ല കാണരുത്. കുറച്ചുകൂടി സാറേ ഒന്ന് ഫോക്കസ് ചെയ്യോ? മതിയോ? മതി. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ അടുത്തേക്ക് കാണാമോ? കുറച്ച് സാറേ കുറച്ചുകൂടി അടുത്തോട്ട് വന്നാലേ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ പറ്റും. പൊക്കം പോരാ. ഇത് മതി സാർ. കാണാമോ? അത്യാവശ്യം കാണാം. രണ്ട് പ്രോഡക്ട്സ് P1 and P2 ഉണ്ട്. 2 യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആദ്യത്തെ പ്രോഡക്റ്റിനും 3 യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി രണ്ടാമത്തെ പ്രോഡക്റ്റിനും വേണം. എക്സും വൈയും ആണ് നമ്പർ ഓഫ് പ്രോഡക്ട്സ് എങ്കിൽ നമുക്ക് എക്സും വൈയും കണ്ടെത്തണം. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇലക്ട്രിസിറ്റി എത്രയാണ്? 2x plus 3y. 2x plus 3y and 1000 യൂണിറ്റ്സ് അവൈലബിൾ ആണ്. മുഴുവൻ ഉപയോഗിച്ചോളണമെന്നില്ല, അതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000. ആതിര അല്ലേ? 2x plus 3y എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000 എന്നല്ലേ വരുന്നേ? അപ്പോ ഇവിടെ നമുക്ക് എന്താ കിട്ടി? ഇവിടെ നമുക്കൊരു ഇനീക്വാളിറ്റി കിട്ടി. ആദ്യം നമുക്കൊരു ഇക്വേഷൻ കിട്ടി, ഇവിടെ നമുക്കൊരു ഇനീക്വാളിറ്റി കിട്ടി. ഓക്കെ, അപ്പോ ഇനിയിപ്പോ എന്താ വേണ്ടേ? എക്സിന്റെയും വൈയുടെയും വില കണ്ടുപിടിക്കണം. അതാണ് വേണ്ടത്. അപ്പൊ ഇതിനെ ജനറലൈസ് ചെയ്ത ആതിര ഒന്ന് പറയൂ, എന്താ സംഭവിക്കുക എന്നുള്ളത്. ആതിര ഒന്ന് ജനറലൈസ് ചെയ്യൂ. ഈ രണ്ട് കേസിലായാലും നമുക്കൊരു പ്രാക്ടിക്കൽ ആയിട്ട് ഒരു പ്രോബ്ലത്തിൽ ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു ഫിനോമിന എന്ന് പറയാം, ഒരു പ്രതിഭാസമുണ്ട്. ആ പ്രതിഭാസത്തിന് നമ്മൾ ആദ്യത്തെ കേസിൽ 2x is equal to 20 എന്നും രണ്ടാമത്തെ കേസിൽ 2x plus 3y less than or equal to 1000 എന്നും ആക്കി അല്ലേ? ആ പ്രതിഭാസത്തിനെ നമ്മൾ ഇപ്പൊ എന്താ ചെയ്തേ? 2x is equal to 20 എന്ന് പറയുന്നതും 2x plus 3y less than or equal to 1000 എന്ന് പറയുന്നതും ഇത് രണ്ടും യഥാർത്ഥത്തിൽ എന്താ? ഇത് രണ്ടും എന്താ? ആദ്യത്തേത് ഒരു ഇക്വേഷൻ, രണ്ടാമത്തേത് ഒരു ഇനീക്വാളിറ്റി. ഇത് രണ്ടും യഥാർത്ഥത്തിൽ എന്താ ചെയ്തത്? നമ്മള് ഈ പ്രതിഭാസത്തിനെ നമ്മള് മാത്തമാറ്റിക്സിന്റെ ലാംഗ്വേജിലേക്ക് മാറ്റി. മാത്തമാറ്റിക്സിന്റെ ലാംഗ്വേജിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒന്ന് ഒരു ഇക്വേഷൻ കിട്ടി, ഇനിയൊന്ന് ഒരു ഇനീക്വാളിറ്റി കിട്ടി, ഇനി മറ്റു പലതും ഒക്കെ ആവാം. തൽക്കാലം നമുക്ക് ഈ രണ്ടെണ്ണത്തിൽ സ്റ്റിക്ക് ചെയ്യാം. അപ്പോ ഇനി അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സിന്റെ അല്ലെങ്കിൽ എക്സിന്റെയും വൈയുടെയും വില കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ സ്റ്റെപ്പുകളൊന്ന് ആലോചിച്ച് നോക്കൂ. മാത്തമാറ്റിക്സ്, ദാറ്റ് ഈസ് ദി വേ ഓഫ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിന്റെ ആവശ്യം അതിൽ എവിടെയാ വരിക എന്നുള്ളത് അപ്പൊ നമുക്കറിയാം. നമ്മൾ അപ്പൊ ഒരു ഫിസിക്കൽ ഫിനോമിന, ആ ഫിസിക്കൽ ഫിനോമിനയിൽ നിന്ന് ആ ഫിസിക്കൽ ഫിനോമിനയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു. ആ ഘടകങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ചാണ് ആ ഫിസിക്കൽ ഫിനോമിനയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോ ആ ഘടകങ്ങളെ നമ്മൾ തൽക്കാലം വേരിയബിൾസ് എന്ന് വിളിച്ചാൽ ഈ വേരിയബിൾസ് ഉൾക്കൊള്ളുന്ന ഒരു
ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഇനീക്വാളിറ്റിയിൽ നമ്മൾ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ഇത് തന്നെയാണ് ജനറൽ ആയിട്ട് സംഭവിക്കുന്നത്. നമുക്കൊരു ഫിസിക്കൽ ഫിനോമിന, ആ ഫിസിക്കൽ ഫിനോമിനയെ നമ്മൾ ഐഡന്റിഫൈയിങ് ദ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ്, ആ ഫാക്ടേഴ്സിന്റെ വാല്യൂസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ആ വാല്യൂസിനെ നമ്മൾ വേരിയബിൾസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. എന്നിട്ട് ആ വേരിയബിൾസും മറ്റും ഉൾക്കൊണ്ടിട്ടുള്ള, ബന്ധപ്പെട്ടിട്ടുള്ള, കണക്ട് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രഷനിൽ നമ്മൾ എത്തിച്ചേരും. സോ ഫിസിക്കൽ ഫിനോമിനയിൽ നിന്ന് നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലേക്ക് എത്തിച്ചേരുന്നു. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. ദേവിക ഇല്ല, ധന്യ കൃഷ്ണനാ. ഹലോ സർ. അപ്പൊ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്താ നമ്മൾ പറഞ്ഞത്? മനസ്സിലായി. ഒരു ഫിസിക്കൽ ഫിനോമിനെ നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് എത്തിക്കുന്ന വഴിയാണ് മാത്തമാറ്റിക്കൽ മോഡലിലേക്ക്. ദാറ്റ് ഈസ് നോൺ ആസ് മാത്തമാറ്റിക്കൽ മോഡൽ. അപ്പൊ ഈ മാത്തമാറ്റിക്കൽ മോഡലിൽ എത്തിക്കഴിഞ്ഞാൽ പണി തീർന്നില്ല. നമ്മൾ ഈ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സിന്റെ വാല്യൂസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ആ ഘടകങ്ങളുടെ വാല്യൂസ് ആണ് കണ്ടെത്തേണ്ടത്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനാണ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. എന്താ നമ്മൾ ചെയ്യുക? സോൾവിങ് ദി മാത്തമാറ്റിക്കൽ മോഡൽ. മാത്തമാറ്റിക്കൽ മോഡലിനെ സോൾവ് ചെയ്യുക. എന്നിട്ട് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുടെ വിലകൾ, തുകകൾ എന്തായിരിക്കുമെന്ന് കണ്ടെത്തുക. അതാണ് ഒരു മാത്തമാറ്റിക്സ്. അപ്പൊ എവിടെയാണ് മാത്തമാറ്റിക്സിന്റെ റെലവൻസ് അവിടെ വരിക? ധന്യക്ക് പറയാലോ. നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയണ്ട, ജനറൽ ആയിട്ട് പറയാ മാത്തമാറ്റിക്കൽ മോഡൽ. ഓക്കെ, മാത്തമാറ്റിക്കൽ മോഡൽ. അപ്പൊ മാത്തമാറ്റിക്സിന്റെ ആവശ്യം വരുന്നത് എവിടെയാണ്? സോൾവിങ് ദി മാത്തമാറ്റിക്കൽ മോഡൽസ്. അതിനാണ് നമ്മൾ മാത്തമാറ്റിക്സ് ഉപയോഗിക്കുന്നത്. ഇതപര്യന്തമുള്ള മാത്തമാറ്റിക്സിന്റെ ഡെവലപ്മെന്റുകൾ എടുത്താൽ നല്ലൊരു ശതമാനവും ഇതുപോലെയുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡൽസിന്റെ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിൽ കുറെ അധികം നമ്മൾ സക്സീഡ് ചെയ്തിട്ടുണ്ട്, അതിലേറെ നമ്മൾ സക്സീഡ് ചെയ്യാതെ കണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സക്സസ് റേറ്റ് എടുത്താൽ ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന മാത്തമാറ്റിക്കൽ മോഡൽസിനേക്കാൾ കൂടുതൽ ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത മാത്തമാറ്റിക്കൽ മോഡൽസ് ആയിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എപ്പോഴും മാത്തമാറ്റിക്സിന്റെ ആവശ്യം വരുന്ന എവിടെയാ? അപ്പൊ ഈ പ്രോസസ്സ് മാത്രം ഓർത്തിരിക്കുക. ഫിസിക്കൽ ഫിനോമിന, മാത്തമാറ്റിക്കൽ മോഡലിംഗ്, മാത്തമാറ്റിക്കൽ മോഡൽ, സോൾവിംഗ് ദി മാത്തമാറ്റിക്കൽ മോഡൽ. ഇതാണ് മാത്തമാറ്റിക്സിന്റെ ആവശ്യം വരുന്നത് ഈ സോൾവിംഗ് ദി മാത്തമാറ്റിക്കൽ മോഡൽസ്. അപ്പൊ മാത്തമാറ്റിക്കൽ മോഡൽസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ആവാം, ഇനീക്വാളിറ്റി ആവാം, മറ്റു പലതും ആവാം, ഈവൻ ഗ്രാഫുകൾ പോലും ആവാം. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് ഇക്വേഷൻസിലേക്ക് ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാം. നമ്മുടെ ഫോക്കസ് ഇക്വേഷൻസിലേക്ക് നമ്മളൊന്ന് റെസ്ട്രിക്ട് ചെയ്യാം. ഇക്വേഷൻസിലേക്ക് റെസ്ട്രിക്ട് ചെയ്താൽ എത്ര തരം ഇക്വേഷൻസിനെ കണ്ടിട്ടുണ്ട്? ദിവ്യ എസ് ബി ഇല്ല. ദേവിക ഇല്ല. വീണ്ടും ഗീതു മോഹൻ. ഗീതു മോഹന് എത്ര തരം ഇക്വേഷൻസിനെ കുറിച്ച് അറിയാം? ഇക്വേഷൻസ് സാർ ഉദ്ദേശിക്കണ ഇക്വേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. പല ഡിഫറെന്റ് കുറെ വേരിയബിൾസിലുള്ള ഇക്വേഷൻസ് കണ്ടിട്ടുണ്ട്. വേരിയബിൾസിലുള്ള ഇക്വേഷൻസിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഒരു ഇക്വേഷൻ 2x = 20. അതൊരു ഇക്വേഷൻ ആണല്ലോ. അതെ, അല്ലേ? പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, ക്യൂബിക് ഇക്വേഷൻ ആവാം, ഡിഗ്രി 4 ഡിഗ്രി ഇക്വേഷൻ ആവാം, പലതരം ഇക്വേഷൻസ് ആവാം. അപ്പൊ ഇക്വേഷൻസിനെ കുറിച്ച് അറിയാം. ഇനി വേറെ ഏതെങ്കിലും ഇക്വേഷൻസിനെ കുറിച്ച് അറിയോ? ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, വെരി ഗുഡ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോ ആദ്യത്തേന് അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷനും മറ്റേ ഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? വളരെ പെരിഫറൽ ആയിട്ടുള്ള ഉത്തരം പറഞ്ഞാൽ മതി. അല്ലാണ്ടുള്ള കാര്യത്തിൽ എക്സാക്ട് ഡെഫിനേഷനിലേക്കൊന്നും പോകണ്ട. എന്താണ് ശരിക്ക് എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ അല്ലാത്ത ഇക്വേഷൻ ആണോ എന്ന് തിരിച്ചറിയാം? ഗീതു, ഇക്വേഷൻസ് ഇൻവോൾവിംഗ് ഡെറിവേറ്റീവ്സ് ആണല്ലോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇക്വേഷൻസ് ഇൻവോൾവിംഗ് ഡെറിവേറ്റീവ്സ് അല്ലേ? ഇക്വേഷൻസ് ഇൻവോൾവിംഗ് ഡെറിവേറ്റീവ്സിനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നും
ഡെറിവേറ്റീവ്സ് ഇല്ലാത്ത ഇക്വേഷൻസിന്, വെറും വേരിയബിൾസും ചതുഷ്ക്രിയകളും മാത്രമുള്ള ഇക്വേഷൻസിന് അല്ലാണ്ടുള്ള ഇക്വേഷൻസ്. നമുക്ക് തൽക്കാലം ഇവയെ ആദ്യം പറഞ്ഞതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു. മറ്റേതോ ഡെറിവേറ്റീവ്സ് ഇല്ലാത്ത ഇക്വേഷൻസിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം? ഓൾജിബ്രായിക് ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് എത്ര തരം ഇക്വേഷൻസ് ഉണ്ട്? 2 തരം ഇക്വേഷൻസ്. വൺ ഈസ് algebraic equations and the other one is differential equations. അപ്പോൾ 2 തരം ഇക്വേഷൻസ് നമുക്കറിയാം, algebraic equations-ഉം differential equations-ഉം. ഓക്കെ, അപ്പൊ 2 തരം ഇക്വേഷൻ. അപ്പൊ തൽക്കാലം നമുക്ക് ഇവര് രണ്ടുപേരിലൊന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ നമ്മുടെ അറ്റൻഷൻ. അപ്പോ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന 2 തരം സബ്ജക്ട്സ് ആണ്. നിങ്ങൾ BSc കഴിഞ്ഞു വന്ന കുട്ടികളായതുകൊണ്ട് യു ഹാവ് 2 ടൈപ്സ് ഓഫ് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഓൾജിബ്ര ആൻഡ് അനാലിസിസ് അല്ലേ? ഗീതു, ഇത് രണ്ടും പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട് സർ. പഠിച്ചിട്ടുണ്ട്. ഓൾജിബ്രയും പഠിച്ചിട്ടുണ്ട്, അനാലിസിസും പഠിച്ചിട്ടുണ്ട്. ഓൾജിബ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് അഡ്വാൻസ്ഡ് ഓൾജിബ്ര ആണ്. എന്താണ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അരിതമാറ്റിക് ആയാലും വേണ്ടില്ല. ഓൾജിബ്ര ആൻഡ് അനാലിസിസ്, എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ചിട്ടുണ്ടോ? ഓൾജിബ്രയിൽ നമുക്ക് ഓൾജിബ്ര കൺസിസ്റ്റ് ഓഫ് ടൂൾസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഫോർ സോൾവിങ് ഓൾജിബ്രായിക് ഇക്വേഷൻസ്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്തു, അതിന്റെ തിയറി എന്ത്, എങ്ങനെ തിയറി ഡെവലപ്പ് ചെയ്തു, ഒരു ഇക്വേഷൻ തന്നാൽ ആ ഇക്വേഷൻ സൊല്യൂഷൻ ഉണ്ടാവുമോ, ഉണ്ടെങ്കിൽ തന്നെ റിയൽ സൊല്യൂഷൻ ആണോ? അറിയാലോ, ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കാര്യത്തിൽ നമുക്ക് റിയൽ സൊല്യൂഷനും ഇമാജിനറി സൊല്യൂഷനും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ ഗീതു? പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഇക്വേഷൻ തന്നാൽ ആ ഇക്വേഷന്, ഓൾജിബ്രായിക് ഇക്വേഷന് സൊല്യൂഷൻസ് ഉണ്ടോ? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഉണ്ടെങ്കിൽ അവ ആര്? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് യുണീക്ക് ആണോ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഓൾജിബ്രായിക് ഇക്വേഷൻസും അതിന്റെ സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡികളാണ് എന്തിൽ വരുന്നത്? ഓൾജിബ്ര എന്നുള്ള സബ്ജക്റ്റിൽ. ഓൾജിബ്ര എന്നുള്ള സബ്ജക്റ്റിൽ വരുന്നത് എന്താ? ഓൾജിബ്രായിക് ഇക്വേഷൻസ് ആൻഡ് ടൂൾസ് ഓർ മെത്തേഡ്സ് or theory that are associated with the solution of algebraic equations is in algebra. That is meant for algebra. Now what about analysis? ഇതൊന്ന് പറയൂ, അനാലിസിസിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനാലിസിസിൽ ആദ്യം അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് റിയൽ അനാലിസിസ് ആണല്ലോ ഓർമ്മ വരിക. റിയൽ അനാലിസിസ്. ഓക്കേ, റിയൽ അനാലിസിസ്. അതിലാണെങ്കിൽ നമ്മള് ആൾജിബ്രയിൽ നമ്മൾ സെറ്റ്സ് ഒക്കെ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. എനിക്ക് കറക്റ്റാ പറയാൻ അറിയില്ല. അപ്പൊ ഇവിടെ അത് സെറ്റ് ഫോം ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് റിയൽ അനാലിസിസ് തുടങ്ങുന്നത് തന്നെ, സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ബേസിക് ആയിട്ട് ഓൾജിബ്ര അനാലിസിസിൽ പഠിച്ച 1-2 ടോപ്പിക്സ് പറയൂ. കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഇന്റഗ്രബിലിറ്റി, ഇതെല്ലാം അനാലിസിസിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇതിനെല്ലാം കോമൺ ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ആലോചിച്ചിട്ടുണ്ടോ? കണ്ടിന്യൂറ്റി ആവട്ടെ, ഡിഫറൻഷ്യബിലിറ്റി ആവട്ടെ, ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ഫംഗ്ഷന്റെ എപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ അവിടെ പരിഗണിക്കുന്നത്? ലിമിറ്റ് അല്ലേ? ലിമിറ്റ് x tends to a, f of x is equal to f of a ആണെങ്കിൽ f is continuous at x is equal to a എന്ന് നമ്മൾ പറയുള്ളൂ. ശരിയല്ലേ? അതെ. ലിമിറ്റ് x tends to a, f of x minus f of a divided by x minus a എക്സിസ്റ്റ് ചെയ്താലേ നമ്മൾ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അറ്റ് ദ പോയിന്റ് a എന്ന് പറയുള്ളൂ. ഇന്റഗ്രബിലിറ്റിയുടെ കേസിലാണെങ്കിൽ നമുക്ക് പാർട്ടീഷൻസ് ഒക്കെ എടുത്ത് നമ്മൾ അതിന്റെ ലിമിറ്റിംഗ് കേസിലാണ് അത് എടുക്കുന്നത്. ഇതിലെല്ലാം തന്നെ ബന്ധിപ്പിക്കുന്ന ഒരു ചരടാണ് എന്ത്? ലിമിറ്റ്. അപ്പൊ ലിമിറ്റ് ഇല്ലെങ്കിൽ എന്തില്ല? അനാലിസിസ്. ലിമിറ്റ് ഇല്ലെങ്കിൽ എന്തില്ല? ഡെറിവേറ്റീവ് ഇല്ല. ഉണ്ടോ? ഇല്ല. ഡെറിവേറ്റീവ്. അപ്പൊ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്കൊന്ന് ചുരുക്കി പറയാം. സോറി, അനാലിസിസിനെ നമുക്കൊന്ന് ചുരുക്കി പറയാം. അനാലിസിസിലുള്ള 90% സ്റ്റഡികളും ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസിനുള്ള ടൂൾസും അതിനു വേണ്ട തിയറിയുമാണ്. എത്ര തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ അറിയാം? 2-3 വരെ അറിയാൻ പാടുണ്ടാവുള്ളൂ അല്ലെ?
വേരിയബിൾ സെപ്പറബിൾ അല്ലെങ്കിൽ എക്സാക്ട് ഇക്വേഷൻ ഇതുപോലെയുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ സോഫ. അതെ. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? അല്ല. അപ്പൊ ഇനി നമുക്ക് ഒന്ന് നോക്കാം ഏത് തരം അവസ്ഥകളിൽ നിന്നാണ് ഈ രണ്ട് തരം ഇക്വേഷൻസ് ഉണ്ടാവുന്നത് എന്നുള്ളത്. നമുക്കറിയാം ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എന്ത് വേണമെന്നാ പറഞ്ഞ ഡെറിവേറ്റീവ് വേണമെന്നാണ്. ഓക്കെ, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെറിവേറ്റീവ് എന്താണ്? ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിന്റെ ഒരു നട്ട്ഷെല്ലിൽ എന്താ പറയാ? റേറ്റ് ഓഫ് ചേഞ്ച്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാലോ മാറ്റത്തിന്റെ അളവ് അല്ലെ? മാറ്റത്തിന്റെ അളവ്. അപ്പൊ ബേസിക്കലി എന്തുണ്ടാവണം അവിടെ? ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ചേഞ്ച് ഉള്ള വസ്തുക്കളെ നമുക്ക് മോഡൽ ചെയ്യാം, ചേഞ്ച് ഇല്ലാത്ത വസ്തുക്കളെയും നമുക്ക് മോഡൽ ചെയ്യാം. അങ്ങനെയല്ലേ? ചേഞ്ച് ഉള്ള വസ്തുക്കളെ മോഡൽ ചെയ്യുമ്പോൾ അവിടെ ആര് പ്രത്യക്ഷപ്പെടും? റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് ഡെറിവേറ്റീവ് പ്രത്യക്ഷപ്പെടും. അതെ. അപ്പൊ ഏത് തരം ഫിനോമിനയെ മോഡൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുക? വേരിയബിളിന് ചേഞ്ച്, വേരിയബിൾ അല്ല, ഒരു വേരിയബിൾ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. there can be several variables, different variables. അപ്പൊ മൊത്തം സിസ്റ്റത്തില് ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ചേഞ്ച് നടക്കുന്ന ഫിനോമിനയാണ് നമ്മൾ മോഡൽ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന മോഡലില് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാവും. that will be resulted in a differential equation normally. ഇനി ചേഞ്ച് ഇല്ലാത്തതാണെങ്കിലോ ആൾജിബ്രായിക് ഇക്വേഷൻ. അപ്പൊ മനസ്സിലായോ ഏതെല്ലാം രീതിയിലാണ് ഇക്വേഷൻസ് ഉണ്ടാവുക എന്നുള്ളത്? രണ്ടു തരം പ്രതിഭാസങ്ങളുണ്ട്. ചലിക്കുന്ന പ്രതിഭാസങ്ങളും ചലിക്കാത്ത പ്രതിഭാസങ്ങളും. ചലിക്കുന്ന പ്രതിഭാസത്തിനെ മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് ആൾജിബ്രായിക് ഇക്വേഷൻ, ചലിക്കാത്ത ഫിനോമിനൻസിനെ മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് ആൾജിബ്രായിക് ഇക്വേഷൻസ്, ചലിക്കുന്ന പ്രതിഭാസങ്ങളെ മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പൊ ഇത് രണ്ട് സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് രീതിയിലുള്ള ടൂൾസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നോക്കൂ, ഏതാണ് കൂടുതൽ വരെ ചലിക്കുന്നതോ ചലിക്കാത്തതോ? ചലിക്കുന്നു എന്ന് പറഞ്ഞാലോ വീശുന്ന കാറ്റിനെ കുറിച്ച് പഠിക്കുന്നു. വീശുന്ന കാറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ ചേഞ്ച് ഉണ്ട് അല്ലേ? ചേഞ്ച് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? മോഡൽ ചെയ്യുമ്പോൾ എന്ത് വരും? ഇതില് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരും. ഇനി ഒഴുകുന്ന വെള്ളം അല്ലേ? ചേഞ്ച് ഉണ്ട്. ഓക്കെ, അവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒന്നും വേണ്ട, ഒരു വിടരുന്ന പൂവ് വിടരുന്നു, അപ്പോഴോ ചേഞ്ച് ഉണ്ട്. അപ്പൊ അതിനെ മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അല്ലാത്ത കേസുകളിൽ നമുക്ക് ആൾജിബ്രായിക് ഇക്വേഷൻ. അപ്പൊ ഇത് രണ്ടിനെയും സോൾവ് ചെയ്യാനായിട്ട്, ഈ രണ്ട് തരം സെറ്റ് ഓഫ് സിസ്റ്റം ഇക്വേഷൻസിനെയും സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് there are some common ആയിട്ടുള്ള ചില മെത്തേഡ്സ് ഒക്കെ രണ്ടിലും ഉണ്ടാവും. പക്ഷെ ജനറലി ഇതിന് രണ്ടിനും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ്. സോൾവ് ചെയ്യാനായിട്ടുള്ള രീതി ശാസ്ത്രം വേറെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ രണ്ടിനെയും വ്യത്യസ്തമായിട്ട് വിളിക്കുന്നു. അപ്പൊ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് വരുന്നു? അനാലിസിസിന്റെ പഠനത്തിന് മുഴുവൻ നമുക്ക് ലിമിറ്റ് ഉണ്ട്. ഈ ലിമിറ്റിന്റെ സ്റ്റഡി വരുന്ന കാര്യങ്ങളാണ് അതിലുള്ളത്. ആൻഡ് അനാലിസിസിനെ നമുക്കൊന്ന് ക്രോഡീകരിക്കാം. എന്താണ് ആൾജിബ്ര? നമ്മൾ നേരത്തെ പറഞ്ഞു, ആൾജിബ്രായിക് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സും അതിന്റെ ടൂൾസും അതിന്റെ രീതിയും രീതിശാസ്ത്രവും അതുമായി ബന്ധപ്പെട്ട തിയറങ്ങളും മറ്റുമാണ് അതിലുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ അനാലിസിസിൽ വരുന്ന എന്താണ്? അനാലിസിസിൽ വരുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സും ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ അതിന്റെ തിയറിയെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് അനാലിസിസിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ വെറുതെ അനാലിസിസ് പഠിക്കുമ്പോൾ എല്ലാവർക്കും, നിങ്ങൾ BSc ഒക്കെ പഠിക്കുമ്പോൾ തന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന കാലയളവിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ സാറേ ഈ അനാലിസിസ് ഇങ്ങനെ പഠിക്കുന്നത്? അപ്പൊ അനാലിസിസ് പഠിക്കുന്നതിന്റെ ആവശ്യം എന്താണ്? അനാലിസിസിലൂടെ എന്താ നമ്മൾ ഉറപ്പുവരുത്തുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള അതിന്റെ തിയറിയും അതിന്റെ കാര്യങ്ങളുമാണ് നമ്മൾ എന്തിൽ അനാലിസിസിൽ. അപ്പൊ ബേസിക്കലി ആൾജിബ്ര ആൻഡ് അനാലിസിസ്.
ഓൾജിബ്രയിൽ നമുക്ക് ഓൾജിബ്രായിക് ഇക്വേഷനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് എന്താ ഉള്ളത്? നമുക്ക് ഈ ചതുഷ്ക്രിയകൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അധികവും ഓൾജിബ്രായിക് ഇക്വേഷൻസിൽ വരുന്നത്. ഒന്നുകൂടെ ജനറൽ ആയിട്ട് പറഞ്ഞാൽ ബൈനറി ഓപ്പറേഷൻസും അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളുമാണ് ഓൾജിബ്രയിൽ വരുന്നത്. അനാലിസിസിൽ വരുന്ന ലിമിറ്റും അതിന്റെ കോൺസിക്വൻസ് ആയിട്ട്. ഓൾജിബ്രയിലെ ടൂൾസ് ആൻഡ് മെത്തേഡ്സ്, രീതിയും ടൂൾസും മെത്തേഡ്സും മറ്റും ഓൾജിബ്രായിക് ഇക്വേഷൻസിന്റെ സൊല്യൂഷന് വേണ്ടിയിട്ട്, മറ്റേതില് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ടൂൾസും അതിന് വേണ്ടിയിട്ടുള്ള തിയറിയുമാണ് അനാലിസിസിലും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾജിബ്ര ആൻഡ് അനാലിസിസ്. മോഹൻ ഇത് ആലോചിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? എങ്ങനെ ആലോചിച്ചിട്ടില്ല സർ. ഒരിക്കലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവിംഗിനാണ് നമ്മൾ അനാലിസിസ് ഉണ്ടാകുന്നത് ഞാൻ ആലോചിച്ചിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ എന്നുള്ളതല്ല, സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഈസ് എ പാർട്ട് ഓഫ് അനാലിസിസ് എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. അനാലിസിസിൽ വേറെയും ധാരാളം കാര്യങ്ങളുണ്ട്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാൽ അതിന്റെ സൊല്യൂഷൻ ഉണ്ടോ? പറയാൻ പറ്റുമോ? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് നമുക്ക് ഇന്നും കണ്ടെത്താൻ ഡയറക്റ്റ് ആയിട്ട് അപ്രോക്സിമേറ്റ് സൊല്യൂഷൻസ് കിട്ടും, ഡയറക്റ്റ് ആയിട്ട് കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന് ഇന്നും ഒരു റിച്ച് ഏരിയ ഓഫ് റിസർച്ച് ആയിട്ടിരിക്കാനുള്ള കാരണം. എന്താണ്? സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഈ അറിയാവുന്നതിന്റെ എത്രയോ ബഹുശതം ഇരട്ടി സൊല്യൂഷൻ അറിയാൻ പാടില്ലാത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഓൾജിബ്രയിലും അത് തന്നെ. ഗീതു ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഗീതുവിന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാം അല്ലേ? അതെ. ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയോ? കാർഡാനോസ് മെത്തേഡ് വെച്ചിട്ട് വെരി ഗുഡ്. ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയോ? ഫെരാരീസ് മെത്തേഡ് ഉണ്ട്. എന്നാലും എല്ലാത്തിനും സോൾവ് ചെയ്യാൻ പറ്റും. എല്ലാ ഫോർത്ത് ഡിഗ്രി പോളിനോമിയലിനെ സോൾവ് ചെയ്യാൻ പറ്റൂല എന്നാണ് തോന്നുന്നത്. പറ്റുമോ? ഫെരാരീസ് മെത്തേഡ് കറക്റ്റ് അറിയില്ല. ഫിഫ്ത്ത് ഡിഗ്രി ആണെങ്കിലോ? അറിയില്ല. സിക്സ്ത് ഡിഗ്രി ആണെങ്കിലോ? പിന്നെയും അറിയില്ല. വലിയ പ്രശ്നമാണത് അല്ലേ? അത് നമുക്ക് വളരെ കുറച്ച് പോളിനോമിയൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കാണാനുള്ള മെത്തേഡേ നമ്മൾക്ക് അറിയുള്ളൂ. നമ്മൾ മാത്തമാറ്റിക്സുകാർക്ക് അഹങ്കരിക്കാൻ യാതൊരു കാര്യവുമില്ല, കാരണവുമില്ല. കാരണം സോൾവ് ചെയ്യാൻ പറ്റാത്ത പോളിനോമിയൽ ഇക്വേഷൻസ് ആണ് അവരുടെ മുമ്പിൽ ഇപ്പോഴും ധാരാളമായി കിടക്കുന്നത്. ഓക്കെ, അപ്പോ ഈ നിങ്ങള് ബീയിങ് സ്റ്റുഡൻസ് ഓഫ് MSc ഓർ ബീയിങ് സ്റ്റുഡൻസ് ഓഫ് BSc, നിങ്ങൾ ഇതിലെന്താ, നിങ്ങളുടെ റോൾ ഇതിലെന്താ ആലോചിച്ചിട്ടുണ്ടോ? നിഖില? ധന്യ? ഇതിലിപ്പോ നിങ്ങളുടെ റോൾ എന്താണ് ആലോചിച്ചിട്ടുണ്ടോ? MSc അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഏതാണ്ട് ധാരണയായില്ലേ എന്താണ് മാത്തമാറ്റിക്സിൽ ചെയ്യുന്നത്? പലതരം ഇക്വേഷൻസ് വരും. ആ ഇക്വേഷൻസിന്റെ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ ഒരു MSc സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ എന്താണ് ധന്യ ഇതിലെന്താ ചെയ്യാ? ഇതുവരെ അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം സർ. ഓക്കെ, അപ്പൊ ഞാൻ പറയാം നിങ്ങൾ എന്താ ചെയ്യാന്നുള്ളത്. നിങ്ങൾ ചെയ്യുന്നത് ഇതുവരെ ഇത്തരം സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റുന്ന പല കാര്യങ്ങളും ആളുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കണ്ടുപിടിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇപ്പൊ നിങ്ങൾ നടത്തുന്നത്. സോഫാർ ഡെവലപ്ഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ടൂൾസ് ആണ് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തിയറിയാണ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട തിയറിയുമാണ് നിങ്ങൾ പഠിക്കുന്നത്. പക്ഷെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ, ഒരു ഗവേഷണ രംഗത്തേക്ക് പോകുമ്പോൾ
നിങ്ങൾ അവിടെ എന്താ ചെയ്യാ? ധന്യ, ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ട് ഇന്നോവേറ്റീവായി ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പൊ ഇത് ഉറപ്പിച്ചു കഴിഞ്ഞാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലേ? ഓക്കെ, ഗോട്ട് ദ പോയിന്റ്. അതെ സർ. അതെ, അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യു ഡു ഇറ്റ്. അത് നല്ല രീതിയിൽ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഘട്ടവും കൂടിയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു നെറ്റ് അല്ലെങ്കിൽ JR. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോ ഇതാണ് നമുക്ക് മാത്തമാറ്റിക്സ് വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ചെയ്യാനുള്ളത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കും നേടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് വളരെ റിമോട്ടായിട്ടുള്ള ദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ നേടിപ്പോകുന്നു. ആൻഡ് എന്തുകൊണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നേടാൻ പറ്റുന്നില്ല എന്ന് ആലോചിക്കരുത്. നേടുന്നുണ്ടാവും ഇപ്പോഴും ആളുകൾ. നിങ്ങളും അതിൽ പിന്നോട്ട് നിൽക്കരുതെന്നാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ആൻഡ് ഷൈൻലാൽ, ഹലോ സാറേ. ഇത് എത്ര നേരമാണ് സാർ? കണ്ടിന്യൂ ചെയ്യാം സാറേ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഇടയ്ക്ക് കണക്ഷൻ പോകുന്നുണ്ട്. കുഴപ്പമില്ല സാർ, അത് പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. അപ്പോ ആർദ്ര എം മണി ഇല്ല. ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ പോകണമല്ലോ, ഈ ആളുകളോടൊക്കെ തന്നെ ചോദിക്കണമല്ലോ. രഞ്ജിത, ചില ആൾക്കാര് ചിലപ്പോ പ്രശ്നമായിരിക്കും സാർ, അറിയത്തില്ല. അല്ല, ഗീതു മോഹനൊക്കെ ആയിരിക്കും നല്ലത്. ഗീതു മോഹൻ, ധന്യ കൃഷ്ണൻ, അവരൊക്കെ നേരത്തെ ആക്റ്റീവ് ആയിരുന്നു. റേഞ്ച് ഉണ്ടാവും അവർക്ക്, അല്ലേ? ചിലപ്പം പ്രശ്നം അത് റേഞ്ച് കാണത്തില്ല. ഓക്കെ ഓക്കെ. ഗീതു ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഓക്കെ, അപ്പൊ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ ഗീതു പ്രധാനമായിട്ടും ഒരു മാത്തമാറ്റിക്സ് പഠിക്കുന്നവരുടെ ഒക്കെ മുമ്പിലുള്ള ഒരു പ്രശ്നം എന്താണ്? എന്ത് പഠിക്കണം എന്നാ പറയാ? തിയറം പഠിക്കണം, അല്ലേ? എന്താണ് തിയറം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഓരോരുത്തരുടെ തിങ്കിങ് പ്രോസസ് വഴി ജനറേറ്റ് ചെയ്യുന്ന ഒരു എല്ലാവർക്കും ജനറലായി പറയാൻ പറ്റുന്ന ഒരു റിസൾട്ടിനെ നമ്മൾ തിയറമായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. പൊതു തത്വം, അല്ലേ? അതൊരു പൊതു തത്വമായിട്ട്, സാർവജനീനമായിട്ട്, യൂണിവേഴ്സലായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള തത്വങ്ങളാണ് തിയറം എന്നുള്ള രീതിയിൽ അറിയുന്നത്. എന്താണ് ഒരു തിയറത്തിന്റെ ജനറൽ ഫോം എപ്പോഴും എന്താണ് പറയാൻ പറ്റുമോ? some conditions imply എന്തെങ്കിലും റിസൾട്ട്, അങ്ങനെയാണോ? അതെ, യു ആർ കറക്റ്റ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏതൊരു തിയറത്തിന്റെയും ഫോം എപ്പോഴും എന്തായിരിക്കും? There will be hypothesis, and there will be conclusion. Okay, hypothesis implies conclusion. Hypothesis implies conclusion. ഇതാണ് ചെയ്യുക. അപ്പൊ ഈ ഇംപ്ലൈസ് എന്ന് പറയുന്നത് എവിടെയാണ്, എന്തിൽ വരുന്നത്? ഇംപ്ലൈസ് എന്നുള്ളത് എവിടെയാ പഠിച്ചിട്ടുള്ളത്? ഇങ്ങനൊരു കാര്യം പഠിച്ചിട്ടില്ല? ലോജിക്. അപ്പൊ തിയറം പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? ലോജിക് വേണം. P implies Q. See, ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. If Monday is a holiday, I will attend the marriage. If Monday is a holiday, I will attend the marriage. Okay, got it? Yes. Dido. മനസ്സിലായി sir. If Monday is a holiday, I will attend the marriage. And I have attended the marriage. What do you conclude? Monday is a holiday. അന്ന് പറയാൻ പറ്റില്ല. അല്ല, ആണോ? അല്ലേ? Monday holiday ആണോ? അതൊരു അതിവായന എന്ന് പറയും. അതിവായന എന്ന് പറഞ്ഞാലോ, പറഞ്ഞ കാര്യത്തിന്റെ അപ്പുറത്ത് കടന്ന് ഉള്ള ഒരു വായന. ഞാൻ എന്തേ പറഞ്ഞുള്ളൂ? മൺഡേ ഈസ് എ ഹോളിഡേ. മൺഡേ ഹോളിഡേ ആണെന്ന് നിർബന്ധമില്ലല്ലോ.
I will attend the marriage. അല്ലേ പറഞ്ഞേ? And I have attended the marriage. ഞാൻ പറഞ്ഞോ, ഞാൻ മാരേജ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ മൺഡേ ഹോളിഡേ ആണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ എന്താ അവിടെ തെറ്റ് പറ്റിയത്? നമ്മളൊരു അതിവായനം നടത്തി, നമ്മൾ വെറും മനുഷ്യരായി മാറി ഒരു നിമിഷം നേരത്തെ. സാധാരണ എല്ലാവരും അത് പറയുമ്പോൾ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലെത്താം, മൺഡേ ഹോളിഡേ ആണ്, സോറി ഞാൻ വിവാഹത്തിൽ അറ്റൻഡ് ചെയ്തു അതുകൊണ്ട് മൺഡേ ഹോളിഡേ ആണ്. അത് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സങ്കല്പിക്കും. പക്ഷെ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ പ്രിസിഷൻ വേണം. എന്താണോ പറയുന്നത് അത്ര മാത്രമേ എടുക്കാവൂ. P implies Q എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ? മാത്രമേ ഉള്ളൂ. Q implies P. ഓക്കെ, അപ്പോ ലോജിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഡിഗ്രിക്ക്? ഞങ്ങളുടെ സിലബസിൽ ലോജിക് ഇല്ലായിരുന്നു, ന്യൂ സിലബസിൽ ലോജിക് ഉണ്ട്. ഇപ്പോ MSc ഉണ്ടോ? MSc ഇല്ല. ടോപ്പോളജി പഠിക്കുന്നുണ്ടോ? അപ്പോ ടോപ്പോളജി പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് സെമ്മിലുണ്ടോ ടോപ്പോളജി? ഉണ്ട്. ഏത് ബുക്ക്? ക്രൂമിന്റെ ബുക്ക്. ക്രൂമിന്റെ ബുക്ക്? ഏത് ബുക്ക്? ടോപ്പോളജി തന്നെയല്ലേ പേര്? അതെ. എന്നാ ഒരു കാര്യം ചെയ്യാം, ലൈബ്രറിയിൽ പോയിട്ട് KD ജോഷിയുടെ ടോപ്പോളജി ബുക്ക് ഉണ്ട്, ജനറൽ ടോപ്പോളജി. KD ജോഷി. ഓക്കെ, KD ജോഷിയുടെ ടോപ്പോളജി ബുക്ക് ഉണ്ട്. ആ ടോപ്പോളജി ബുക്ക് എടുത്താൽ ആദ്യത്തെ ചാപ്റ്റർ വളരെ രസാവഹമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലോജിക്കിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ കിട്ടത്തക്ക രീതിയിൽ അദ്ദേഹം എഴുതി. ഓക്കെ, ആരുടെ ബുക്കാണ്? KD ജോഷിയുടെ ജനറൽ ടോപ്പോളജി എന്നാണ് നമുക്ക്. ഓക്കെ, അടുത്താൽ ഫസ്റ്റ് ചാപ്റ്റർ വായിക്കാം. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലോജിക്കിലെ കാര്യങ്ങൾ നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കാതിരുന്നോണ്ടാണ് ഞാൻ പറഞ്ഞത്. അതൊന്ന് വായിച്ചിട്ട് മുമ്പോട്ട് പോകും കേട്ടോ. എന്താ ഈ ലോജിക്ക് പഠിക്കുന്നോണ്ടുള്ള ഒരു ഗുണവും കൂടി എന്താണ്? ലോജിക്ക് ഇല്ലെങ്കിൽ, ലോജിക്കാണ് മാത്തമാറ്റിക്സിന്റെ P implies Q എന്നുള്ളതാണ് എല്ലാ തിയറങ്ങളും. ഹൈപ്പോതെസിസ് ഇംപ്ലൈസ് കൺക്ലൂഷൻ. എങ്ങനെയാ ഇംപ്ലൈ ചെയ്തു പോവുക? ഹൈപ്പോതെസിസിൽ നിന്ന് തുടങ്ങി ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള തിയറങ്ങളും ഇതുവരെ പ്രൂവ് ചെയ്തിട്ടുള്ള തിയറങ്ങളും ഉപയോഗിക്കാം, കോമൺ സെൻസ് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിച്ച് P implies P1 implies P2 implies P3 implies etc. Q. P implies Q ലേക്ക് എത്തിച്ചേരുന്ന മെത്തേഡ് അതാണ്. അപ്പൊ എന്തൊക്കെയാണ് അവിടെ ഉപയോഗിക്കുക? ഹൈപ്പോതെസിസിൽ നിന്നും നമ്മൾ എങ്ങോട്ട് പോകുന്നു? കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം, പിന്നെ നേരത്തെ ഉപയോഗിച്ച തിയറംസും അപ്ലൈ ചെയ്യാം. നേരത്തെ ചെയ്ത സെൻസും നേരത്തെ ഉപയോഗിച്ച ലോജിക്കും നേരത്തെ തിയറങ്ങളും ഒന്നായിട്ട് അടുപ്പിച്ച് പോയി ഇംപ്ലൈസ് പോയി അവസാനം നമ്മൾ കൺക്ലൂഷനിൽ എത്തിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് പ്രൂഫിന്റെ മെത്തേഡ്. സോ ഇറ്റ് ഈസ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് റഫായിട്ട് എന്ത് പറയാം? ഫില്ലിംഗ് ദി ബ്ലാങ്ക് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള ബ്ലാങ്ക്? ഹൈപ്പോതെസിസ് ആൻഡ് കൺക്ലൂഷൻ. ഹൈപ്പോതെസിസും കൺക്ലൂഷനും തമ്മിലുള്ള ഇടയ്ക്കുള്ള ബ്ലാങ്ക് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് പ്രൂഫ് ഓഫ് എ തിയറം എന്ന് പറഞ്ഞാൽ റഫായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ബുക്ക് എടുത്തിട്ട് നോക്കാം കേട്ടോ. ആദ്യത്തെ ഒരു 10 pages ആണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലോജിക്കിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾസും ഒക്കെ ആയിട്ട് അങ്ങനെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് എടുത്തു നോക്കിയിട്ട് മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പിന്നെ ഈ ലോജിക്കാണ് എന്തിന്റെ ജീവൻ? കമ്പ്യൂട്ടർ സയൻസിന്റെ ജീവൻ. എന്തിന്റെ? പ്രോഗ്രാമിംഗിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോജിക്കാണ്. ഓക്കെ, ഇത് ആലോചിച്ചിട്ടുണ്ടോ? പ്രോഗ്രാമിംഗ് പേപ്പർ പഠിച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടർ സയൻസ് വല്ല ഏതെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടോ? അതെ. അപ്പൊ അവിടെയൊക്കെ ഈ പ്രോഗ്രാമിംഗിന്റെ കാര്യത്തിൽ നമുക്ക് എന്തുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ? ലോജിക് ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അതുകൊണ്ട് ഈ 2 തരം എറേഴ്സ് ആണ് ഒരു പ്രോഗ്രാമിൽ വരാവുന്ന. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഭാഷയിലും ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള എറേഴ്സിനെയാണ്, അത് ഉപയോഗിക്കുന്നതിൽ വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ സിൻടാക്സ് എറർ എന്ന് പറയാം. ദി അതർ വൺ ഈസ് സെമാന്റിക് എറർ. സെമാന്റിക് എറർ ആണ്
ഈ ലോജിക്കലായിട്ടുള്ള, ഇപ്പൊ നമ്മളൊരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഡാറ്റ കൊടുക്കേണ്ട സ്പേസ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഉത്തരം മാറില്ലേ? ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ കൊടുക്കേണ്ട ഡാറ്റ നമ്മൾ 10ാമത്തെ സ്റ്റേറ്റ്മെന്റിലാണ് ഇൻപുട്ടായി കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുമോ? ഇല്ല. അപ്പോ ലോജിക് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ മാത്തമാറ്റിക്സ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ലോജിക്ക് അവർ അറിഞ്ഞോ അറിയാതെയോ സയന്റിഫിക് ലോജിക്ക് അവര് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ഭാഗത്തേക്ക് തിരിഞ്ഞു പോകാൻ ആലോചിക്കുന്ന ആളുകൾക്കും മാത്തമാറ്റിക്സ് എന്തായിരിക്കും? മാത്തമാറ്റിക്സ് ആയിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള സബ്ജക്ട്. മാത്തമാറ്റിക്സ് ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ള സബ്ജക്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ഡാറ്റ സയൻസ് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് തിരിഞ്ഞു പോകുമ്പോൾ അവിടെയും നിങ്ങൾ പഠിച്ചിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ് നിങ്ങളെ ഉപയോഗിക്കുക. ഞാൻ അറിയുന്ന ഒരു 4-5 കുട്ടികളുണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നവരാണ്. അവര് ഇതോടൊപ്പം തന്നെ ഡാറ്റ സയൻസ് കോഴ്സും ചെയ്തു. ആൻഡ് MSc മാത്തമാറ്റിക്സ് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് പല ദിക്കുകളിലും പ്ലേസ്ഡ് ആയി മാറിയിട്ടുണ്ട്. അതിന് കാരണം അവരെ സഹായിക്കുന്നത് അവർക്ക് ഈ ലോജിക്കിന്റെ കാര്യത്തിൽ അവർ അറിഞ്ഞോ അറിയാതെയോ ഈ ലോജിക്ക് അവരുടെ മനസ്സിലേക്ക് കൂടുതൽ, നിങ്ങൾ മാത്തമാറ്റിക്സുകാരുടെ മനസ്സിലേക്ക് കൂടുതൽ കയറുന്നു. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ കാര്യത്തില് നിങ്ങൾക്ക് കുറെ കൂടി എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോ മാത്തമാറ്റിക്സ് പഠിച്ചുകൊണ്ടുള്ള മറ്റൊരു ഗുണം, ഇന്നത്തെ റെലവന്റ് ആയിട്ടുള്ള ഇന്നത്തെ ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാനും ഏറ്റവും യോജിച്ച സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ്. സോ നമ്പർ 2, ആദ്യം ഞാൻ പറഞ്ഞത് എന്താണ്? മാത്തമാറ്റിക്സ് MSc എല്ലാം നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഷൈൻലാൽ സാറ് പറഞ്ഞ പോലെ നിങ്ങൾ നെറ്റ് അല്ലെങ്കിൽ JRF-നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് എന്നെടുക്കുക. എന്നിട്ട് അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പൊ അതിനുവേണ്ടിയുള്ള ശ്രമത്തിന് മെറ്റീരിയൽസിനൊന്നും അത്ര തിരുവനന്തപുരത്തുകാർക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈവൻ ഷൈൻലാൽ സാറിനെ പോലുള്ളവർ അവിടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം ഈ ഇങ്ങനെ ഒരു പ്രൊഫഷൻ തെരഞ്ഞെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മാത്തമാറ്റിക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് സ്റ്റഡി ഓഫ് മാത്തമാറ്റിക്സ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഇനി അവസാനമായി ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു. എന്താണ്? ആരോ പറഞ്ഞു ഞാനൊരു ക്ലീഷയെ കുറിച്ച്, ക്ലീഷ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തഴമ്പിച്ച ഒരു പ്രയോഗം എന്നുള്ളതാണ്. ഒരു ക്ലീഷയെ കുറിച്ച് പറഞ്ഞു, മാത്തമാറ്റിക്സ് ഈസ് ദ ക്യൂൻ ഓഫ് ആൾ സയൻസസ്. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്തിൽ നിന്ന് ഗീതുവിന് ഇപ്പൊ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് മാത്തമാറ്റിക്സ് ക്യൂൻ ഓഫ് സയൻസ് ആയത്. അല്ലേ ഗീതു? ഏത് ശാസ്ത്രമായാലും ഏത് സയൻസ് ആയാലും നമ്മൾ അതിന്റെ മോഡലിംഗിലൂടെയാണ് നമ്മൾ വാല്യൂസ് കണ്ടെത്തുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കാര്യങ്ങൾ മോഡൽ ചെയ്ത് അതിന്റെ വാല്യൂസ് കണ്ടെത്താനായിട്ട് മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് വൈ മാത്തമാറ്റിക്സിന് ഇങ്ങനെ ഒരു സ്ഥാനം കിട്ടിയത്. ഈവൻ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്. എനിക്കറിയില്ല നിങ്ങൾ അവിടെ എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. ഈ സംസ്കൃതത്തിലുള്ള ഒരു 4 വരി ശ്ലോകമുണ്ട്. യഥാ ശിഖ മയൂരാണാം. മയൂരം എന്ന് പറഞ്ഞാൽ മയിൽ. മയിലിന്റെ മുകളിൽ ഒരു കുടുമ കണ്ടിട്ടുണ്ടായിരിക്കും. മയിലിന്റെ മുകളിൽ കുടുമ എങ്ങനെയാണോ, യഥാ ശിഖ മയൂരാണാം നാഗാനാം മണയോ യഥ. നാഗം എന്ന് പറഞ്ഞാൽ പാമ്പ്. ഈ പാമ്പിന്റെ ഒരു പഴയ ഒരു സങ്കല്പമാണ്, പാമ്പിന്റെ ഈ തലയുടെ മുകളിലാണ് മണി, എന്താണ്, നാഗമാണിക്യം ഇരിക്കുന്നതെന്ന്. അപ്പൊ ആ സങ്കല്പം അനുസരിച്ച് എപ്രകാരമാണോ മയിലിന്റെ തലയിൽ അതിന്റെ കുടുമ ശിഖ ഇരിക്കുന്നത്, എപ്രകാരമാണോ ഒരു സർപ്പത്തിന്റെ തലയിൽ അതിന്റെ മാണിക്യം ഇരിക്കുന്നത്, തഥാ അതുപോലെ വേദാംഗ ശാസ്ത്രങ്ങളിൽ ഗണിതം മൂർധനി സ്ഥിതം. മൂർധനി എന്ന് പറഞ്ഞാൽ ശിരസ്. ഗണിതം എവിടെ ഇരിക്കുന്നു എന്ന്? ശിരസിലിരിക്കുന്നു എന്ന്. ഇത് ഏതാണ്ട് 3000 ആണെന്ന് എനിക്ക് തോന്നുന്നു. 3000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ, വേദാംഗ ഗണിതം എന്നുള്ള പുസ്തകം എഴുതിയ മാത്തമാറ്റീഷ്യൻ ലഗാതൻ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു 4 വരിയാണ്. അപ്പൊ അന്ന് മുതൽ തന്നെ നമ്മൾ ആളുകൾ ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഈ മെത്തേഡ് ഓഫ് മാത്തമാറ്റിക്സിന്റെ, അന്നത്തെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന മാത്തമാറ്റിക്സ് ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ അന്നത്തെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ശാസ്ത്രമൊന്നും ആയിക്കൊള്ളണമെന്നില്ല. അന്ന് ഈ ജ്യോതിഷവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശാസ്ത്രമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമാണ്, സയൻസ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിനെല്ലാം തന്നെ മാത്തമാറ്റിക്സ് അതിന്റെ ശിരസിലിരിക്കുന്നു എന്ന് അന്നേ നമ്മൾക്ക് പറയാം. ഇന്ന് അതിന്റെ റെലവൻസ്
സായൻസികമായിട്ട് സയൻസ് വളർന്നു, എല്ലാ സബ്ജക്ട്സും വെദർ ഇറ്റ് ഈസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിലെല്ലാം തന്നെ എന്തുണ്ടെങ്കിലേ പറ്റുള്ളൂ, ഇതിന്റെ എല്ലാം മൂർധനി മാത്തമാറ്റിക്സ് ഇരിക്കുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോ ഗീതു, ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇത്രയും പറഞ്ഞതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ? അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയോ? മനസ്സിലായോ? ഒരു തോട്ട് പ്രോസസ് ഡിഫറെന്റ് ആയിട്ട് കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷൈനിലല്ലേ ഞാൻ ഇവിടെ നിർത്താം. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വേറെ എപ്പോഴെങ്കിലും പറയാം. നമുക്ക് ലോജിക്കിനെ കുറിച്ച് ഏതെങ്കിലും ഒരു പ്രാവശ്യം നമുക്ക് ചെയ്യാം. ആയിക്കോട്ടെ, അതെന്നാ ഒരു ക്ലാസ് ഫിക്സ് ചെയ്തോളൂ, എന്നാ വേണ്ടെന്ന് വെച്ചാൽ. അപ്പൊ അന്ന് ഞാൻ ഒന്നുകൂടെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കും. അപ്പൊ അതിൽ പ്രൂഫ് തിയറിയും പറയാം, കുറച്ച് ലോജിക് ആൻഡ് പ്രൂഫ് തിയറി, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പറയാം. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ നിർത്തുകയാണ്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മേ ബി ഈ ക്ലാസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പിന്നെ നമ്മളിപ്പം PG എടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ചോദിക്കാം. കാരണം എന്ന് പറയുന്നത് എല്ലാവരും, സാറ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒരു ആ പാത്തിലോ BSc MSc എന്ന് പറഞ്ഞ ആ പാത്തിലേക്ക് നമ്മൾ പോയിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് സാറ് ഒരു 2-3 കാര്യങ്ങൾ സാറ് പറഞ്ഞു. നമുക്ക് അതേപോലെ ഒത്തിരി ഡാറ്റാ സയൻസോ അങ്ങനെ എന്ത് വേണോ നമുക്ക് ഇത് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ആർക്കും ഒരു വിഷമം ഉണ്ടാവാതിനുള്ള കാര്യമില്ല. ചിലപ്പോൾ വിചാരിക്കും ഞാൻ പറയുന്ന തെറ്റാണോ, അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണം ചോദിക്കാം. നവീൻ സാറേ, സന്തോഷ, ഓർമ്മയുണ്ടോ? പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോ കയറിയില്ലായിരുന്നു. കണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അവിടുന്ന് പോകുന്നു അല്ലേ? എൻട്രൻസ് കമ്മീഷൻ അവിടുന്ന് പോകുന്നു. അവിടുന്ന് 2 വർഷം ഇരുന്നു സാറേ. 2 വർഷം ഇരുന്നോളൂ. 2 വർഷം ഇരുന്നോളൂ. തിരിച്ച് ഞാൻ ലാസ്റ്റ് ടൈം വിളിക്കുമ്പോ നിങ്ങൾ അവിടെയായിരുന്നു. അതെ 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 അതെ. ആർക്കെങ്കിലും ചോദിക്കുന്നത് ചോദിക്കാം, ധൈര്യമായിട്ട് ചോദിക്കാം. ഹലോ സാർ, കേക്കാവോ സാർ? പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പൊ MSc കഴിഞ്ഞിട്ട് നമ്മൾ PhDക്ക് ചെയ്യില്ലേ? അപ്പൊ നമ്മൾ ഈ MSc പഠിക്കുമ്പോഴാണല്ലോ നമുക്ക് ഇന്ന വിഷയത്തിൽ PhD ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന വിഷയത്തിലാണ് നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് തോന്നുന്നു. നമ്മൾ MSc പഠിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു ലിങ്ക് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഏത് രീതിയിലാണ് നമ്മളപ്പോ ഓരോ സബ്ജക്ട്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? ഈ അതിലുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇന്നിപ്പോ പലപ്പോഴും നിങ്ങളിപ്പോ അനാലിസിസിൽ താല്പര്യം ഉണ്ടെങ്കിൽ അനാലിസിസിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ട് നടത്തുന്ന അനാലിസിസ് ഗവേഷണം നടത്തുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. പിന്നെ പലപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ആൾജിബ്ര ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിസർച്ച് നടത്തുന്ന ഡിപ്പാർട്ട്മെന്റുകളിലുള്ള അവിടുത്തെ അഡ്മിഷന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. പക്ഷെ പലപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്ന ഫീൽഡിൽ നമുക്ക് എപ്പോഴും അഡ്മിഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. വിചാരിക്കുന്ന ഫീൽഡിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോ കോംപ്ലക്സ് അനാലിസിസിൽ റിസർച്ച് ചെയ്യണം എന്നൊരു മോഹം തുടങ്ങി, നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ, നിങ്ങൾ നല്ലൊരു മെത്തേഡൊക്കെ നിങ്ങൾ സ്വയമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ആരെങ്കിലും സമീപിക്കാം. എന്നല്ലാതെ കോംപ്ലക്സ് അനാലിസിസിൽ റിസർച്ച് ചെയ്യണം എന്ന് വെച്ച് തുടങ്ങിയാൽ, ഇന്ത്യയിൽ ഇപ്പൊ കോംപ്ലക്സ് അനാലിസിസിൽ ഗവേഷണം നടത്തുന്ന ഷൈനിലെ എത്ര ദിക്കുണ്ടാവും? കുറെ IITസിലും ഒക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. ഒരു 10 മാക്സിമം 10 പേരൊക്കെ 10-12 പേരൊക്കെ കാണത്തുള്ളൂ. ഓക്കെ, അല്ല അപ്പൊ എനിക്ക് തോന്നുന്നത് ശ്വേത, നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽഡിലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് സമീപിക്കാൻ പറ്റുന്ന ആളുകളുടെ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഷൈൻലാൽ സാറിനെ പോലുള്ളവർക്ക് തരാൻ പറ്റും. അവരെ സമീപിക്കാം, അതൊരു വഴി. പിന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എപ്പോഴും നമ്മളൊരു കാര്യം ഒരു ഫീൽഡ് ടോപ്പോളജിയിൽ ഗവേഷണം നടത്തണം എന്ന് പറഞ്ഞാൽ, സെറ്റ് ടോപ്പോളജിയിൽ ഗവേഷണം നടത്തണം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിങ്ങനെ
ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, എപ്പോഴും നമ്മൾ ഗവേഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുക. അതില്ലെങ്കിൽ താഴേക്ക് പോവുക എന്നുള്ളത് ചെയ്യുക. അതാണ് അതിൽ ചെയ്യാനുള്ളത്. ശ്വേത? സാർ മനസ്സിലായി സാർ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചു തുടങ്ങുമ്പോഴേ ഇപ്പം നമ്മൾ അതിനും കൂടെ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യണം അല്ലേ? ഓക്കെ, അത് തെറ്റൊന്നുമില്ല, അതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഓക്കെ സാർ, താങ്ക് യു. ഹലോ സാർ. സാർ, നമുക്ക് റിസർച്ചിനെ പറ്റിയത് ഏത് ഫീൽഡാണ്? ആൽജിബ്ര ആണോ അനാലിസിസ് ആണോ? ഏതാണ് നമുക്ക് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത്? ശ്രീജിത്ത്, എന്താ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയാൻ ഉദ്ദേശിച്ചത്? എന്തോ സാർ? എന്താണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയാൻ ശ്രീജിത്ത്? അല്ല, നമുക്ക് കൂടുതൽ സ്കോപ്പ് ഉള്ളത്, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്നത്, കൂടുതൽ റിസർച്ച് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻ. ഈ ഓൾജിബ്ര ആണെങ്കിലും അനാലിസിസ് ആണെങ്കിലും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏരിയയെ ആശ്രയിച്ചിരിക്കും. ഇതിപ്പോ നമ്മൾ വേഗം തീർക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണെങ്കിൽ അതിന് പറ്റിയ ഓൾജിബ്രയിലും അനാലിസിസിലും ഒക്കെ അതിന് പറ്റിയ ഫീൽഡുകളുണ്ട്, വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാവുന്നത്. അല്ല, നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടും വ്യത്യാസമുണ്ട്. ഓക്കെ, ഒരു ഡിഗ്രി സമ്പാദിക്കുക എന്നുള്ളത് മാത്രമാണോ ഉദ്ദേശം ശ്രീജിത്ത്? അങ്ങനെയല്ല സാർ, നമുക്ക് കൂടുതൽ ആ സബ്ജക്റ്റിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് സബ്ജക്റ്റിന് പെട്ടെന്ന് തീക്കാൻ പറ്റുന്നതല്ല. ഗവേഷണത്തിന് നമ്മൾ പോകുമ്പോൾ ഏത് വിഷയത്തിലായാലും നമ്മൾ ആ സബ്ജക്റ്റിൽ കൂടുതൽ പഠിച്ചിരിക്കും. അത് പഠിക്കാതെ കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ താല്പര്യമാണ് ഇമ്പോർട്ടന്റ്. എന്തിലാണ് നമുക്ക് താല്പര്യം എന്നുള്ളത്. ഓക്കെ, ഓൾജിബ്രയിലാണ് താല്പര്യമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഓൾജിബ്രയുടെ സെന്റർ ആണ്, അല്ലെ ഇവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഓൾജിബ്രയുടെ സെന്റർ കേരളത്തിൽ. പിന്നെ ഒരുമാതിരി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഓൾജിബ്ര ഒരു സെന്റർ ആയിരിക്കും. ഓക്കെ, അപ്പോ ഏത് സബ്ജക്റ്റിലായാലും നമ്മൾ കൂടുതൽ പഠിക്കാതെ കൊണ്ട് നമുക്ക് ഗവേഷണം എന്നുള്ളത് നടക്കില്ല ശ്രീജിത്തെ. എന്തിലാണെങ്കിലും അത് ഒഴിവാക്കാൻ വയ്യാത്തൊരു കാര്യമാണ് ശ്രീജിത്തെ. ഓക്കെ സാർ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായി സാർ.